മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വിളക്കെടുപ്പ് ഞാൻ ഇന്ന് വിളക്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ പോയി എടുത്തു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വഴിപാടാണ്, ഒരു പ്രധാന വഴിപാടാണ്. ശിവരാത്രി ദിവസം ഉറക്കം നിൽക്കുക, അതായത് സ്ത്രീകൾ നോയമ്പ് നോറ്റ് വിളക്ക് കത്തിച്ച് അത് ഏകദേശം സന്ധ്യ മുതൽ തുടങ്ങുന്ന ആ വിളക്ക് കത്തിച്ചുകൊണ്ട് അത് കെടാതെ ശിവരാത്രി പൂജ കഴിയുന്ന ഏകദേശം 2-2:30 മണി വരെ അത് കത്തിച്ച് കെടാതെ സൂക്ഷിച്ച് ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ തെക്കുവശത്ത് ഉള്ള വിളക്കെടുപ്പാണ്. അമ്പലത്തിൻ്റെ തെക്കുവശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ മനോഹരമായിട്ടുള്ള, എത്ര മനോഹരമാണ് ആ കാഴ്ചയെന്ന് നോക്കൂ. ഓക്കെ അപ്പുറത്തേക്ക് ഇതിപ്പോൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശം, അതായത് പുറകുവശത്തേക്കുള്ള ഇതാണ്. അവിടെയാണ് കാണാൻ ഏറ്റവും കൂടുതൽ വിളക്കുകൾ വയ്ക്കുന്ന സ്ഥലം അതാണ്. പിന്നെ പുറകു വിളക്ക് ശിവന് പ്രധാനപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസം ഈ പുറകു വിളക്ക് വയ്ക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ അവിടെ വയ്ക്കാൻ ആളുകൾക്ക് ഭയങ്കര തിരക്കാണ്. അപ്പം ഇത് ഏകദേശം ഒരു 10 മണിയൊക്കെ, രാവിലെ ഒരു 10 മണിയാകുമ്പം മുതൽ അവിടെ കൊണ്ട് വിളക്ക് വയ്ക്കും. സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വിളക്ക് വയ്ക്കും. എന്നിട്ട് വൈകുന്നേരം വന്ന് ആരെങ്കിലും അവിടെ നിൽക്കും. എന്നിട്ട് വൈകുന്നേരം വന്നാണ് വിളക്ക് വയ്ക്കാനുള്ളവർ വന്ന് ഒക്കെ സെറ്റും ഒക്കെ കൊടുത്ത് എല്ലാവരും വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമാണ് ആ കാഴ്ച കാണാൻ. എല്ലാവരും അങ്ങനെ വിളക്ക് കത്തിച്ചിരിക്കുന്ന ഇതാണ്, പുറകിലെ വിളക്കുകളാണ് ഈ കാണുന്നത്. അപ്പോൾ വളരെ രസം, നല്ല മനോഹരമായിരുന്നു ഏതായാലും ആ കാഴ്ച. ഹായൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിവരാത്രി വിളക്കെടുക്കുക എന്ന് പറഞ്ഞാൽ അഭീഷ്ടകാരി സിദ്ധിയാണ്. അത് ഇപ്പോൾ എന്തിനാണെന്നില്ല, എല്ലാ കാര്യങ്ങൾക്കും, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല 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 ആവശ്യങ്ങളാണ്. അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പോൾ പല 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 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേർന്നുകൊണ്ടൊക്കെ വിളക്കെടുക്കാറുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രമാണ് വിളക്കെടുക്കുന്നതിൻ്റെ ഇത്. ഇനി ഇതിനോടനുബന്ധിച്ച് വേറെ ഇതേ സമയത്ത് തന്നെ, ഇതിവിടെ നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ശയനപ്രദക്ഷിണ വഴിപാടുണ്ട്. അത് പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരിതാണ്. അതിനാണെങ്കിലും ഒരു എന്താ പറയുക, ആയിരക്കണക്കിന് ആളുകളാണ് ആ ശയനപ്രദക്ഷിണ വഴിപാടിന് വേണ്ടിയിട്ട് അവിടെ നിരന്ന് നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ അതിനുള്ള പ്രധാന വരി എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും.
വളരെ അതും വളരെ ഭക്തി നിർഭരമാണ്. ഈ ശയനപ്രദക്ഷിണ വഴിപാട്, അതായത് വലിയ ശ്രീകോവിലിൻ്റെ ചുറ്റും, അതായത് പുറത്ത് കൂടെ അതിന് ചുറ്റുമുള്ള മണ്ണിൽ കൂടെയുള്ള ആ ഒരു ഉരുളിച്ച വഴിപാട് വളരെ ശ്രമകരമാണ്. എന്നാലും ഭക്തി നിർഭരമായിട്ട് അതെല്ലാവരും വളരെ പെട്ടെന്ന് അനായാസം ആ മഹാദേവ എന്നുള്ള വിളികളുമായിട്ട് മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നല്ല ഒരു രസമാണ്. ഇനി വിളക്കെടുക്കാൻ നമ്മുടെ ആളുകൾ മാത്രമല്ല, മാരാരി ബീച്ചും അതിനോടനുബന്ധിച്ചുള്ള റിസോർട്ടുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെ ഇപ്പം ധാരാളം എന്താ പറയുക, ഫോറിനേഴ്സൊക്കെ ധാരാളം ഉണ്ട്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വടക്കുവശത്ത് നിന്ന്, അമ്പലത്തിൻ്റെ വടക്കുവശത്ത് നിന്ന് തെക്കോട്ടുള്ള ആ വ്യൂ ആണ് കാണുന്നത്. അവിടെ വളരെ രസമായിരുന്നു കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെയുള്ള ചുറ്റുവിളക്കുണ്ട്, മറ്റേ ഒരു കൽവിളക്ക് അവിടെയുണ്ട്. അതും നിറച്ച് തിരിയെല്ലാം ഫുള്ളായിട്ട് കത്തിച്ചിട്ടുണ്ട്. ബാക്കി മറ്റുള്ള വിളക്കുകളും കൂടെ കാണാൻ നല്ല രസമായിരുന്നു. അതൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു, അതിന് വളരെ രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്ന്, അപ്പോൾ ഈ സമയത്ത് തന്നെ അവിടെ വൃഷഭവാഹന എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട്. പ്രദോഷമാണിന്ന്. അപ്പോൾ പ്രദോഷ ഇതാണ്. അപ്പോൾ പ്രദോഷത്തിന് ഈ വെള്ളിക്കാള എഴുന്നള്ളിപ്പ് ഉണ്ട്. അതായത് വെള്ളിക്കാളയുടെ പുറത്ത് എഴുന്നള്ളി മഹാദേവനും പാർവതീദേവിയും ഗരുഡവാഹനത്തിൽ മഹാവിഷ്ണുവും കൂടെ വരുന്ന ആ 3 പേരും കൂടെ ലൈനായിട്ട് വരുന്ന ആ ഒരു കാഴ്ച കാണാൻ ഭക്തി നിർഭരമാണ് എല്ലാം. ഈ ശിവരാത്രി ദിവസം സന്ധ്യ മുതൽ ഏകദേശം 2-2:30 മണി വരെയുള്ള ശിവരാത്രി പൂജ കഴിയുന്നത് വരെയുള്ള അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, ദൈവമേ, ഭഗവാനേന്ന് വിളിച്ചു പോകും. ആരെവിടെ വന്നാലും മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു വളരെ ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നിങ്ങനെ നിന്ന് തൊഴുത കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത് എടുത്ത് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും കാണുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഭാഗം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അവിടെയും ആളുകൾ വിളക്ക് വെച്ചിട്ടുണ്ട്. അതായത് സ്ഥലം ഇല്ലാതെ, അമ്പലത്തിന് ചുറ്റും കൂടാതെ അതിൻ്റെ അപ്പുറത്ത് മഹാവിഷ്ണുവിൻ്റെ ഒരു നടയുണ്ട്. ആ നടയുടെ അവിടെ വരെ ഈ വിളക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ധാരാളം വിളക്കുകൾ അവിടെ, കൂടുതൽ വിളക്കാകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ വയ്ക്കും. അപ്പോൾ ചുറ്റുവട്ടം കഴിഞ്ഞ് സ്ഥലം തീർന്നപ്പം ആളുകൾ അവിടെയും കൂടി വിളക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മഹാദേവനും ശ്രീപാർവതിയും മഹാവിഷ്ണുവും കൂടെ എഴുന്നള്ളി വരുന്ന ആ മനോഹരമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ച. മനോഹരമല്ല, ഭക്തി നിർഭരം. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നവരുടെ ആനന്ദ കണ്ണീര് പൊഴിക്കാത്ത ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഭക്തി നിർഭരമാണ് ഈ കാഴ്ച.
മഹാദേവൻ തൊട്ടു പുറകെ പാർവതീദേവി ചെറിയ ഋഷഭവാഹനത്തിൽ, പുറകെ ഗരുഡവാഹനത്തിൽ മഹാവിഷ്ണു, 3 പേരും കൂടെ അങ്ങനെ എഴുന്നള്ളി അങ്ങനെ വരികയാണ്. എത്ര മനോഹരമാണോ, എത്ര ഭക്തി നിർഭരമാണെന്നറിയാമോ ഈ കാഴ്ച. പടിഞ്ഞാറേ നടയിലുള്ള മഹാദേവൻ്റെ കൂറ്റൻ പ്രതിമയ്ക്ക് മുന്നിലൂടെ ഞാനിവിടെ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.